ചില പ്രശ്നങ്ങൾ നമ്മളെ വിടാതെ പിന്തുടരും അല്ലേ? എത്രയൊക്കെ ശ്രമിച്ചാലും അത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. പലപ്പോഴും നമ്മൾ കാണുന്നത് അതിന്റെ ഒരു അറ്റം മാത്രമായിരിക്കും. ശരിക്കുള്ള കാരണം എവിടെയോ ആഴത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ടാവും. ഈ ഒരു വിശകലനത്തിൽ നമുക്ക് ആ ആഴങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്ന് ആ യഥാർത്ഥ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. ഇതുപോലൊരു സാഹചര്യം. പ്രോജക്റ്റ് വീണ്ടും പൊളിഞ്ഞു. ഇത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു കാര്യമാണ് അല്ലേ? എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും ചില പ്രശ്നങ്ങൾ ഒരു ശാപം പോലെ നമ്മളെ വിടാതെ കൂടും. ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു നിരാശയാണത്. അപ്പോ ഇങ്ങനെയൊരു പ്രശ്നം വന്നാല് നമ്മൾ ആദ്യം എന്താ ചിന്തിക്കുക? ആരെയാ പഴിചാരേണ്ടത് അല്ലേ? ഒരാളെ കുറ്റപ്പെടുത്താൻ കിട്ടിയാൽ മതി, നമുക്കൊരു സമാധാനാവും. പ്രശ്നം കഴിഞ്ഞു എന്ന് നമ്മളങ്ങ് വിശ്വസിക്കും. പക്ഷെ സത്യം അതല്ല. നമ്മളെ യഥാർത്ഥ പ്രശ്നത്തെ ഒരു പരവതാനിക്കടിയിലേക്ക് തള്ളി നീക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരുന്നത്. നമ്മൾ ഒരേ തെറ്റുകൾ ആവർത്തിക്കുന്ന ഒരു ചക്രത്തിൽ പെട്ടുപോകുകയാണ്. എന്നുവെച്ചാൽ അസുഖം എന്താണെന്ന് നോക്കാതെ രോഗലക്ഷണങ്ങൾക്ക് മാത്രം ചികിത്സ കൊടുക്കുന്നൊരവസ്ഥ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? എളുപ്പത്തിൽ കിട്ടുന്ന ഒരാളെ പ്രതിയാക്കി കേസ് വേഗം ക്ലോസ് ചെയ്യാൻ നോക്കും. പക്ഷേ ഒരു നല്ല ഡിറ്റക്റ്റീവിനറിയാം, ആദ്യം കിട്ടുന്ന തെളിവുകൾ പലപ്പോഴും നമ്മളെ വഴിതെറ്റിക്കാനായിരിക്കും. യഥാർത്ഥ കഥ അവിടെ തുടങ്ങുന്നതേയുള്ളൂ. അപ്പോ ഈയൊരു രീതിയെ എങ്ങനെ മറികടക്കാം? അതിനാണ് നമ്മളൊരു ഡിറ്റക്റ്റീവിനെ പോലെ ചിന്തിക്കാൻ പോകുന്നത്. ഓരോ പ്രശ്നത്തെയും ഒരു കുറ്റകൃത്യമായി കണ്ട് അതിന്റെ മൂലകാരണം, അതായത് റൂട്ട് കോസ് കണ്ടെത്തണം. ഇതിനെ സഹായിക്കുന്ന ഒരു രീതിയാണ് റൂട്ട് കോസ് അനാലിസിസ്, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ RCA. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ RCAയുടെ ലക്ഷ്യം ആരെയെങ്കിലും കുറ്റക്കാരനായി കണ്ടെത്തുക എന്നല്ല, ഒരിക്കലുമല്ല. പകരം എന്തുകൊണ്ടാണിത് സംഭവിച്ചത് എന്നാഴത്തിൽ ചോദിച്ച് ആ സിസ്റ്റത്തിലുള്ള പിഴവ് കണ്ടെത്തുക, എന്നിട്ടത് ശരിയാക്കുക എന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ആളുകളെ കുറ്റം പറയുന്ന ഒരു രീതിയിൽ നിന്ന് കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന ഒരു രീതിയിലേക്കുള്ള മാറ്റമാണിത്. ഒരു ഡിറ്റക്റ്റീവ് ആദ്യം എന്താ ചെയ്യുക? നേരെ ക്രൈം സീനിലേക്ക് പോവല്ലേ? അതുപോലെ നമ്മളും തുടങ്ങേണ്ടത് അവിടെ നിന്നാണ്. കൃത്യമായി എന്താണ് സംഭവിച്ചത്? എവിടെ വെച്ചാണ് അത് നടന്നത്? എപ്പോഴാണ്? ആരൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? ഈ അടിസ്ഥാന വിവരങ്ങൾ കിട്ടിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ടു പോകാൻ പറ്റൂ. നമ്മുടെ അന്വേഷണത്തിന്റെ അടിത്തറ ഇതാണ്. ഓരോ ചെറിയ കാര്യവും ഇവിടെ പ്രധാനമാണ്. ഒരു നല്ല ഡിറ്റക്റ്റീവിന്റെ ഏറ്റവും വലിയ കഴിവെന്തായിരിക്കും? ചോദ്യം ചെയ്യാൽ തന്നെ. പക്ഷെ വെറുതെ എന്തെങ്കിലും ചോദിച്ചിട്ട് കാര്യമില്ല. പ്രശ്നത്തിന്റെ മുകളിൽ നിന്ന് അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സഹായിക്കുന്ന ഒരു സൂപ്പർ പവറുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യമാണ് എന്തുകൊണ്ട്. ഇനി നമുക്കൊരു ഉദാഹരണം നോക്കാം. ഈ 5 Whys ടെക്നീക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കൂ. ആദ്യത്തെ ചോദ്യം, എന്തുകൊണ്ട് സെർവർ ക്രാഷായി? ഉത്തരം കിട്ടി, ഒരു പ്രോസസ് ഓവർലോഡ് ആയതുകൊണ്ട്. ശരി. അടുത്ത ചോദ്യം, എന്തുകൊണ്ടത് ഓവർലോഡായി? അങ്ങനെ ഓരോ എന്തുകൊണ്ട് എന്ന് ചോദിച്ച് നമ്മൾ മുന്നോട്ടു പോകുമ്പോൾ പ്രശ്നത്തിന്റെ ഓരോ ലെയറും മാറി മാറി വരുന്നത് കാണാം. അവസാനം 5ാമത്തെ ചോദ്യം കഴിയുമ്പോൾ നമ്മൾ എവിടെ എത്തിയെന്ന് നോക്കിയേ. തുടങ്ങിയതൊരു ടെക്നിക്കൽ പ്രശ്നത്തിൽ നിന്നാണ്, അതായത് സെർവർ ക്രാഷ്. പക്ഷേ എത്തിച്ചേർന്നതോ ഒരു പോളിസിയിലുള്ള പ്രശ്നത്തിൽ. കണ്ടില്ലേ, യഥാർത്ഥ വില്ലൻ ആ കോഡായിരുന്നില്ല, മറിച്ച് ആ സിസ്റ്റത്തിലുണ്ടായിരുന്നൊരു പാളിച്ചയായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് റൂട്ട് കോസ്, അതായത് മൂലകാരണം കിട്ടി. ഇനി ജോലി കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. ഇത് ഒരു പ്രതി കുറ്റം സമ്മതിച്ചതുപോലെ മാത്രമേ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് കൂടുതൽ തെളിവുകൾ വെച്ച് ആ കേസ് നല്ല സ്ട്രോങ് ആക്കണം. ഈ പ്രധാന കുറ്റവാളിക്ക്, അതായത് മൂലകാരണത്തിന്, ഈ പ്രശ്നമുണ്ടാക്കാൻ വേറെയും ചിലർ സഹായം നൽകിയിട്ടുണ്ടാവും. ഇവരെ നമുക്ക് സഹായികൾ എന്ന് വിളിക്കാം. അത് ചിലപ്പോൾ ട്രെയിനിങ്ങിന്റെ കുറവാകാം, അല്ലെങ്കിൽ ടീമുകൾ തമ്മിലുള്ള ആശയവിനിമയത്തിൽ എന്തെങ്കിലും പ്രശ്നമാകാം. അതുമല്ലെങ്കിൽ ആവശ്യത്തിന് ആളുകളോ സമയമോ ഇല്ലാത്തതാകാം. ഈ സഹായികളെ കൂടി കണ്ടെത്തുമ്പോഴാണ് നമുക്ക് ആ കേസിന്റെ ഒരു മുഴുവൻ ചിത്രം കിട്ടുന്നത്. ഒരു ഡിറ്റക്റ്റീവ് കിട്ടിയ തെളിവുകളെല്ലാം തരംതിരിച്ചു വെക്കില്ലേ? അതുപോലെ നമ്മളും ചെയ്യണം. ഈ കിട്ടിയ കാരണങ്ങളെ നമുക്കൊന്ന് കാറ്റഗറൈസ് ചെയ്യാം. ഇത് പ്രോസസ്സിൽ വന്ന പിഴവാണോ, അതോ ടെക്നോളജിയുടെ പ്രശ്നമാണോ? ചിലപ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത പുറത്തുള്ള എന്തെങ്കിലും കാരണമാവാം. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത്, ഏതൊക്കെ പറ്റില്ല എന്ന് വേർതിരിക്കണം. കാരണം നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന കാര്യങ്ങളിലല്ലേ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. എവിടെ ഫോക്കസ് ചെയ്യണമെന്ന് ഈ ഒരു തരംതിരിവ് നമ്മളെ സഹായിക്കും. ശരി, ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അന്വേഷണമൊക്കെ കഴിഞ്ഞു, കാരണം കണ്ടെത്തി. ഇനി എന്തു ചെയ്യും? ഈ കുറ്റകൃത്യം ഇനി ഒരിക്കലും ആവർത്തിക്കില്ലെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? ഇവിടെ 2 തരം ആക്ഷനുകളുണ്ട്. ഒന്ന് കറക്റ്റീവ് ആക്ഷൻ, അതായത് തിരുത്തൽ നടപടി. 2 പ്രിവെന്റീവ് ആക്ഷൻ, അതായത് പ്രതിരോധ നടപടി. ഇതിലെ വ്യത്യാസം വളരെ വലുതാണ്.
കറക്റ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത് ഒരു ബാൻഡേഡ് ഒട്ടിക്കുന്നത് പോലെയാണ്. തൽക്കാലത്തേക്കൊരു ആശ്വാസം കിട്ടും, അത്രമാത്രം. പക്ഷേ പ്രിവെന്റീവ് ആക്ഷൻ അങ്ങനെയല്ല. അത് രോഗത്തിന്റെ കാരണത്തെ തന്നെ ഇല്ലാതാക്കുകയാണ്. സിസ്റ്റത്തിൽ തന്നെ മാറ്റം വരുത്തി ആ പ്രശ്നം ഭാവിയിൽ വരാനുള്ള സാധ്യതയാണത് ഇല്ലാതാക്കുന്നത്. നമ്മുടെ ഉദാഹരണത്തിൽ സെർവർ റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കറക്റ്റീവ് ആക്ഷനാണ്. പക്ഷേ ഡെപ്ലോയ്മെന്റ് പോളിസി മാറ്റുന്നത് ഒരു പ്രിവെന്റീവ് ആക്ഷനാണ്. ആ വ്യത്യാസം മനസ്സിലായല്ലോ? അപ്പോ ഈ പറഞ്ഞതിന്റെയൊക്കെ യഥാർത്ഥ പാഠമെന്താണ്? നമ്മൾ ഇത്രയും ചെയ്തതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരിക്കണം? വെറുമൊരു കേസ് തെളിയിക്കുക എന്നതാണോ? അല്ല, ഓരോ തെറ്റിൽ നിന്നും പുതിയ കാര്യങ്ങൾ പഠിക്കുക, എന്നിട്ട് നിരന്തരം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൾച്ചർ നമ്മുടെ ടീമിലോ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലോ ഉണ്ടാക്കിയെടുക്കുക. അതാണ് യഥാർത്ഥ ലക്ഷ്യം. ഒന്നുകൂടി ഉറപ്പിച്ചു പറയാം, നമ്മുടെ ലക്ഷ്യം ഒരാളെ കുറ്റപ്പെടുത്താനായി കണ്ടെത്തുക എന്നതല്ല, പകരം മെച്ചപ്പെടുത്താനായി ഒരു സിസ്റ്റം കണ്ടെത്തുക എന്നതാണ്. ആളുകളെ നോക്കുന്നതിനു പകരം സിസ്റ്റത്തിലെ പിഴവുകളിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറണം. ആ ഒരു ചിന്താഗതിയിലുള്ള മാറ്റമാണ് യഥാർത്ഥ വിജയം. അപ്പോ ഇത് അവസാനിപ്പിക്കുന്നതിനു മുൻപ് നമുക്ക് നമ്മളോട് തന്നെ ഈ ഒരു ചോദ്യം ചോദിക്കാം. പ്രശ്നത്തിന് പിന്നിലെ ശരിക്കുള്ള കാരണം നമ്മൾ കണ്ടെത്തിയോ? അത് വീണ്ടും വരാതിരിക്കാൻ കൃത്യമായ സുസ്ഥിരമായ പരിഹാരങ്ങൾ നമ്മൾ ഉണ്ടാക്കിയോ? ഇനി അടുത്ത തവണ അത് നിങ്ങളുടെ ജോലിയിലായാലും ജീവിതത്തിലായാലും ഒരു പ്രശ്നം വരുമ്പോൾ മുകളിൽ കാണുന്ന ഉത്തരങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ യഥാർത്ഥ എന്തുകൊണ്ട് എന്നതിനെ കണ്ടെത്താൻ ശ്രമിക്കുക. കാരണം മാറ്റങ്ങൾ തുടങ്ങുന്നത് എപ്പോഴും അവിടെ നിന്നാണ്.